ഗൈസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ മെഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സസ് ആൻഡ് ട്രേഡ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് എന്ത്, അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡ് കേട്ടോ. മധ്യകാലത്തിൽ ഉണ്ടായിരുന്ന കാർഷിക രീതികൾ എന്തൊക്കെയായിരുന്നു, അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെയായിരുന്നു അവിടുത്തെ റൂളേഴ്സ് ഒക്കെ എന്തൊക്കെ ചെയ്തു. അത് മാത്രമല്ല നമുക്കറിയാം മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒക്യുപ്പേഷൻ, ഒരു തൊഴിൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അതൊക്കെയാണെന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോ. അന്നുണ്ടായിരുന്ന കൃഷിയായിരുന്നു പരുത്തി കൃഷി. ഓക്കെ, പരുത്തി, കോട്ടൺ ഉണ്ടായിരുന്നു. ദെൻ ധാന്യങ്ങൾ, സീറിയൽസ് ഉണ്ടായിരുന്നു, പയറുവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ നീലം കൃഷി, ഇൻഡിഗോ കൃഷി ചെയ്തിട്ടായിരുന്നു. ഷുഗർ കെയിൻ, കരിമ്പ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കൃഷികൾ എന്ന് പറയുന്നത്. നോക്കിക്കോ, ശ്രദ്ധിച്ചോ. മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്തായിരുന്നു മക്കളെ? അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ മെഡീവൽ ഇന്ത്യ. മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ, ഒരു തൊഴിലായിരുന്നു എന്ത്, അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു എന്ത്, മെഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തൊഴിൽ, ഒക്യുപ്പേഷൻ. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട കൃഷി, എന്തൊക്കെയായിരുന്നു അവിടെ കൃഷി ചെയ്തിരുന്നത്? മിസ് കുറച്ചു മുമ്പേ ചിത്രം കാണിച്ചെന്നില്ലേ? കോട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ, പരുത്തി ഉണ്ടായിരുന്നു, സീരിയൽസ്, ധാന്യങ്ങൾ ഉണ്ടായിരുന്നു, പൾസസ് ഉണ്ടായിരുന്നു, അതായത് പയറുവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു, ഇൻഡിഗോ, നീലം ഉണ്ടായിരുന്നു, ഷുഗർ കെയിൻ, കരിമ്പ്, ഇതൊക്കെയായിരുന്നു എന്ത് മക്കളെ? ഇതൊക്കെയായിരുന്നു നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ, തൊഴിലായിരുന്നു എന്ത്, അഗ്രികൾച്ചർ, കൃഷി. അവിടെ പ്രധാനപ്പെട്ട എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? കോട്ടൺ അല്ലെ, കോട്ടൺ, പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ്, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്താ വിളകൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഒരുപാട് ഒഴിഞ്ഞ കൃഷിയിടങ്ങൾ, അതായത് അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള, കൃഷി ചെയ്യാതിരുന്ന കുറെ ലാൻഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ലാൻഡിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത്, ഇങ്ങനെ എന്താ വെച്ചാൽ ഒന്നും ചെയ്യാത്ത ലാൻഡിൽ, അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള കൃഷി ചെയ്യാത്ത ലാൻഡിൽ ആരാണോ ആദ്യം പോയി കൃഷി ചെയ്യുന്നത് അവർക്ക് ഈ ഭരണാധികാരികൾ, റൂളേഴ്സ്, രാജാക്കന്മാർ ആ ലാൻഡിന്റെ, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് കൊടുക്കുകയായിരുന്നു. ഓക്കെ, അന്നത്തെ റൂളേഴ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്സിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് കൊടുക്കുകയായിരുന്നു. നോക്കിക്കോ മക്കളെ, ഇൻ ദിസ് പീരിയഡ് there was a plenty of cultivable land in India that kept uncultivated. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ അവിടെ കൃഷി ചെയ്യാത്തതുമായ ഒരുപാട് ലാൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, who first cultivated such land were granted in ownership right. ആരാണോ അവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് ആ ലാൻഡിന്റെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് കൊടുക്കുകയായിരുന്നു. ഓക്കെ, നോക്കിക്കോ, അന്ന് അവിടുത്തെ രാജാക്കന്മാർ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഗ്രസ്, കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി കുറച്ച് നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നടപടികൾ എടുത്തായിരുന്നു. അതായത് കൃഷി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ കുറച്ച് നടപടികൾ ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റെപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാന്ന് നോക്കാം. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസോ, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ജലസേചന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. കണ്ടോ, അതിന് വേണ്ടിയിട്ട് ഒരുപാട് യന്ത്രങ്ങളൊക്കെ, ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അതുപോലത്തെ യന്ത്രങ്ങളൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത സപ്ലൈഡ് സീഡ്സ്, അതായത് വിത്തിനങ്ങളിലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്തൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അത് മാത്രമല്ല ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, നികുതി ഇളവുകൾ. അന്നൊക്കെ ഈ കൃഷി ചെയ്യുന്നതിനും ഈ കന്നുകാലികളെ മേയ്ക്കുന്നതിനൊക്കെ ടാക്സ്, നികുതി കൊടുക്കണമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഈ നികുതി ഇളവ്, എല്ലാത്തിനൊക്കെ നികുതി ഇളവ് രാജാക്കന്മാർ സെറ്റാക്കി കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, എന്തായാലും പഠിക്കണം. ഓക്കെ, ഇതുപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.